ഹായ് നമസ്കാരം. ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന SSLC 2025 റിസൾട്ട് നാളെ എത്തുകയാണല്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഏകദേശം എല്ലാവരും ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്നൊരവസ്ഥയായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. നാളെ രാവിലെ ഉറക്കമെണീക്കുന്നു. നാളെ ഉറക്കമെണീക്കുമ്പോൾ തന്നെ തൊട്ട് തന്നെ ആ ടെൻഷൻ്റെ ഒരു തുടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ ഫുഡൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഒരു 3 മണിയാക്കുക. 3 മണിയാക്കുമ്പോൾ ഒരു വാർത്താ സമ്മേളനം വരും നമ്മുടെ ന്യൂസ് ചാനലിൽ, അത് കാണുക. അപ്പോൾ കേരളത്തിലെ മൊത്തം ജനങ്ങളും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. 5 റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. ഈ 3 മണിക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്ന് പറയുന്ന സമയത്ത് തന്നെ വീട്ടിലേക്ക് ഇങ്ങനെ തുടരെ നിങ്ങളുടെ ഫോണുകളിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കും. എന്തായി റിസൾട്ട് എന്തായി. ഇപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വെളിയിൽ നമ്മൾ ചോദിക്കുന്നുണ്ടാവും, ഫുൾ എ പ്ലസ് അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടാവും. ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും എന്നെനിക്കറിയാം, നന്നായിട്ടറിയാം. കാരണം ഞാനിത് കണ്ടിട്ടുള്ളതാണ്, എനിക്കത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ എന്താ ഫുൾ എ പ്ലസ് കിട്ടില്ലേ, ഉറപ്പല്ലേ എന്നൊക്കെ ചോദിക്കും. ഇതിങ്ങനെ നമ്മുടെ റിസൾട്ട് വരുന്നു. റിസൾട്ട് നോക്കാൻ നമുക്ക് കഴിയാറില്ല. കാരണം എന്താ, അപ്പോഴിങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടതും കാണാത്തതും അറിയാത്തതുമായ ആൾക്കാർ വരെ നമ്മളെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊന്നും തരുമോ, ഞാൻ നോക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഇതിനും വേണ്ടി ഈ റിസൾട്ടിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് വിചാരിക്കുന്നൊരു സമയമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വേറെ ഫോണിലൊക്കെ നോക്കിയിട്ട് റിസൾട്ട് ഇങ്ങനെ ഓരോ നമ്പറായിട്ട് നമ്മളങ്ങനെ അടിക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുന്നു, നമ്മുടെ റിസൾട്ട് ഇങ്ങനെ വരുന്നു. ആദ്യം ഒന്ന് നമ്മളിങ്ങനെ നോക്കും, രണ്ടാമതൊന്ന് നോക്കും, മൂന്നാമതൊന്ന് നോക്കും. ഓക്കെ, ഫുൾ എ പ്ലസ് എന്ന് കാണുമ്പോൾ നമുക്ക് വലിയൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അല്ല, ഒരു എ പ്ലസ് പോയി, അപ്പോൾ എ പ്ലസ് എവിടെ പോയി, അടുത്ത കൂട്ടുകാരനെ വിളിക്കുന്നു, നിനക്ക് എത്രയുണ്ട്, എനിക്ക് ഇത്രയുണ്ട്, നീ നമുക്ക് റിവാലുവേഷൻ കൊടുക്കാം എന്നൊക്കെയുള്ളൊരു ചിന്ത. അപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങളിന്ന് ഭയങ്കരമായ ടെൻഷനിലൂടെ കടന്നു പോകുന്ന മക്കളാണെന്ന് എനിക്കറിയാം. ഇന്ന് നമുക്ക് ആഹാരം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിന്ന് നന്നായിട്ട് റിലാക്സ് ചെയ്യുക, കളിക്കുക, കൂട്ടുകാരായിട്ടൊക്കെ എൻജോയ് ചെയ്യുക. നാളെ റിസൾട്ട് വരും. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ റിസൾട്ട് വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൂളായിട്ടിരിക്കുക. എന്ത് തന്നെ ആയാലും നമുക്ക് എന്ത് തന്നെ കിട്ടിയാലും നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് പ്രധാനം. കാരണം എന്ന് വെച്ചാൽ ഇനി നമുക്ക് തിരുത്തി മറിക്കാനൊന്നും പോകാൻ പറ്റില്ല. വെളിയിൽ പോയി ഒരു റിവാലുവേഷൻ കൊടുക്കാൻ പറ്റും, അത്ര തന്നെ. നമ്മളൊരു അടുത്ത അഡ്മിഷനുള്ള ഒരു പ്രധാന ഇത് മാത്രമാണിത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനി തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക് പോവുക. നമ്മുടെ മിസ്റ്റേക്കുകൾ തിരിഞ്ഞ് നമ്മൾ നല്ലൊരു നിലയിലേക്ക് പോകുക. എന്തായാലും നമുക്ക് അഡ്മിഷനൊക്കെ കിട്ടും. ഗവൺമെൻറ് ഒരുപാട് സീറ്റുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കും, നമ്മൾ എൻജോയ് ചെയ്യും. നമ്മുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമ്മൾ എടുക്കുക. മറ്റുള്ളവരുടെ ഒന്നും നിങ്ങൾ കേൾക്കേണ്ട. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ഇഷ്ടം നിങ്ങൾ അതിലേക്ക് തന്നെ തിരിഞ്ഞു പോകുക എന്നേ ഞാൻ പറയുള്ളൂ. കാരണം മറ്റുള്ളവരിപ്പോൾ ബയോളജി സയൻസ് എടുക്കുന്നു, അതുകൊണ്ട് ഞാൻ ബയോളജി സയൻസ് എടുക്കണം എന്നൊരു ഇത് നിങ്ങൾ ധാരണ വച്ച് പുലർത്തരുത്. നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ഇഷ്ടം നിങ്ങളതിലേക്ക് ഫോക്കസ് ചെയ്യുക. എനിക്ക് വീട്ടുകാരുടെ തോത് തന്നെയാണ് പറയുന്നുള്ളത്. നിങ്ങൾ കുട്ടികളെ വളരെയധികം പ്രഷർ ചെയ്ത് നിങ്ങൾ ബയോളജി സയൻസ് എടുക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക, കൊമേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞ് അവരെ പ്രഷർ ചെയ്യിക്കായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് എടുത്തോട്ടെ. അവർ പഠിക്കാനുള്ളത് അവരാണ്, നിങ്ങളല്ല പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിയാണ് ജയിച്ചത്, നിങ്ങൾക്ക് എവിടെ എത്തി എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം അത് അവരുടെ ചോയ്സാണ്. അതെങ്കിലും അവർക്ക് വിട്ടുകൊടുക്കും. പാവം കുട്ടികൾക്ക് അതും കൂടി നിങ്ങൾ അടിയറവ് വയ്ക്കാതിരിക്കൂ. അവരുടെ ഇഷ്ടത്തിന് അവർ പഠിക്കട്ടെ. നമ്മുടെ സമയത്ത് നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ, അവൻ്റെ ഇഷ്ടത്തിനാണ് പഠിച്ചത്, അവൻ്റെ ഇഷ്ടത്തിന് അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അത് ടെൻഷനൊന്നും വേണ്ട, കൂളായിട്ടിരിക്കൂ. നാളെ ഇതേ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയെ മുതിർന്നവരുടെ അനുഗ്രഹമൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറും. നിങ്ങളുടെ റിസൾട്ടുകൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ അത് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക, നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.